അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ചാവക്കാട് പോയിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിയുടെ അനിയത്തി അവർ ചാവക്കാട് താമസിക്കുന്നത്. അപ്പോൾ അവർ പുതിയൊരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകണേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പകുതി എത്തിയപ്പോഴാണ് ഞാൻ അത് ചോദിച്ച വ്ളോഗ് എടുക്കല്ലേ വെച്ചപ്പോഴെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് വീഡിയോ എടുത്തേട്ടാ. അതിനും ഭയങ്കര ഛർദ്ദിലായിരുന്നു. എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം ഛർദ്ദിച്ചുള്ളൂ. വാക്സിൻ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ടിട്ട് അതിന് ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഛർദ്ദിച്ചത് മൊത്തം എൻ്റെ മേത്തായിരുന്നു. ഭയങ്കര സ്മെല്ലായിരുന്നു. കാറ് ഫുള്ള് സ്മെല്ലും എന്നെ ഭയങ്കര സ്മെല്ലും അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മടിയിൽ ഇരുന്നിട്ട് ഉറങ്ങിയിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഛർദ്ദിച്ചത്. എനിക്കൊന്ന് വാക്സിൻ എടുത്തതിനാണെന്ന് തോന്നുന്നു. പിന്നെ അതിനോന് ഇപ്പോൾ എവിടെ പോകണമെങ്കിലും ഡോറ വേണം കേട്ടോ. ഡോറ ഇല്ലാതെ പോകാറില്ല. പക്ഷേ ഡോറിനൊന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആളൊരു ഛർദ്ദിൽ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ക്ഷീണത്തിലായിരുന്നു. ഞാൻ ഈ ചാവക്കാട് വരുമ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചേക്കണത് ഒന്നില്ലെങ്കിൽ അവിടെ ഓല വീടായിരിക്കും, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വലിയ വലിയ വീടുകളായിരിക്കും കേട്ടോ. പിന്നെ ആ വഴി പോകാൻ വേണ്ടി നല്ല രസമാണ്. കാരണം ലെഫ്റ്റ് സൈഡിൽ ബീച്ചും അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കുറച്ച് വീടുകൾ, പിന്നെ റോഡ് അങ്ങനെയായിട്ട് വരുന്നത്. അപ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ATM പോകണമെന്നുണ്ടായിരുന്നു. പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് അവിടെ എന്തോ പരിപാടിയായിരുന്നു. ശിവരാത്രിയുടെ ഞങ്ങൾ പോയത്. അപ്പോൾ എന്തോ അമ്പലത്തിലെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചേട്ടൻ വെള്ളം അടിച്ചിട്ടുള്ള ഡാൻസ് ആയിരുന്നു കേട്ടോ. അത് അടിപൊളി ഡാൻസൊക്കെ ആയിരുന്നു പുള്ളിക്കാരന്. അങ്ങനെ ആ റാലിയൊക്കെ പോയതിന് ശേഷമാണ് ഞങ്ങൾ ATM കയറിയിട്ടുണ്ടായിരുന്നത്. ഉമ്മച്ചിയും അതിനും കാറിലായിരുന്നു കേട്ടോ. അതിനൊന്നും വയ്യാത്തതുകൊണ്ട് ഉമ്മച്ചി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ATM പോയ കാര്യമൊന്നും നടന്നില്ല. അവിടെ ATM എന്തോ സെർവർ ഡൗൺ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. ഇതാണ് ഞങ്ങളുടെ വീട് കേട്ടോ. അപ്പം അമ്മയുടെ വീടാണ്. പിന്നെ ഞങ്ങളവിടെ എത്തി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പപ്പാക്ക് ചാവക്കാട് എന്തോ വാങ്ങിക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി പോണ വയ്ക്കുന്ന ഡ്രസ്സ് മാറിയിട്ടാണ് പോയത്. പപ്പയുടെ ടീഷർട്ടും മമ്മയുടെ പാൻറ്റും ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം ഛർദ്ദിച്ചുകൊണ്ടിട്ട് ചെന്ന പാടനെ കുളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട് കേട്ടോ. ഒരു ചെറിയ ലൈറ്റ് ഹൗസ്, നമ്മുടെ വൈപ്പിലുള്ള ലൈറ്റ് ഹൗസിൻ്റെ അത്രയില്ല. പിന്നെ പോണ വഴിക്ക് ഞാൻ ഒരു കുളമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വലിയ കുളം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ചാവക്കാട് പോയപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ച് വീഡിയോ അതൊക്കെ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന പപ്പാക്ക് ഈ ബൾബും അങ്ങനെ എന്തൊക്കെയോ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വന്ന് കഴിഞ്ഞപ്പോഴേക്കും അതിന് കുറച്ചൊക്കെ ഉഷാറായിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചപ്പോഴേക്കും ആൾ ഓക്കെ ആയി. പിന്നെ മമ്മയുടെ മെയിൻ സാധനമാണിത്. മമ്മയുടെ വീട്ടിൽ പോയിട്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയാൽ കൂടുതലും ഫ്രിഡ്ജിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗം നിറയെ മുട്ടയായിരിക്കും കേട്ടോ. ഞങ്ങൾ ചെല്ലണ അന്ന് അവിടെ ജസ്റ്റ് താമസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീട് അങ്ങനെ മെസ്സിയായിട്ട് കിടക്കുന്നത് കേട്ടോ. നോമ്പയക്കാൻ ഞങ്ങൾക്ക് പിന്നെ അത്ര ലോങ് പോകാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ നേരത്തെ പോയത്. പിന്നെ വീട്ടിലോട്ട് പോകണ വഴിക്ക് ഫുഡും കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതിന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.